ഗോവയിൽ മെയ് 7-നാണ് വോട്ടെടുപ്പ്. ആകെ 2 സീറ്റുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പോരാട്ടമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. മോദി ഗ്യാരണ്ടിയിൽ കേന്ദ്രീകരിച്ച ബിജെപി പ്രചാരണം നയിക്കുമ്പോൾ തൊഴിലില്ലായ്മയും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് കോൺഗ്രസിന്റെ പ്രചാരണായുധങ്ങൾ. ഗോവയിലൂടെ ഇലക്ഷൻ ഇന്ത്യ എക്സ്പ്രസ് നടത്തിയ യാത്രയിലേക്ക്. അപ്പോൾ മീഡിയ വണ്ണിൻ്റെ ഇലക്ഷൻ എക്സ്പ്രസ് ഗോവയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് നമ്മളുള്ളത്. സ്വാഭാവികമായും ഗോവയിൽ നിന്ന് ഒരു വിവരണം തുടങ്ങുമ്പോൾ, ഒരു റിപ്പോർട്ട് തുടങ്ങുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക ഗോവയുടെ വളരെ പൊലിമയുള്ള, വൈബുള്ള, മൂഡുള്ള ഒരു ബീച്ച് സൈഡിൽ നിന്നായിരിക്കും. പക്ഷേ ഞങ്ങൾ ഈ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് തുടങ്ങി ഒരുപാട് ഈ ബീച്ചിനപ്പുറമുള്ള ഗോവയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ആദ്യം ഇറങ്ങിച്ചെല്ലാണ്. ഗോവയുടെ രാഷ്ട്രീയ ചിത്രം. ആകെ 2 സീറ്റേ ഉള്ളൂ ഗോവയിൽ. സൗത്ത് ഗോവയും നോർത്ത് ഗോവയും. സൗത്ത് ഗോവ കോൺഗ്രസിനൊപ്പമാണെങ്കിൽ നോർത്ത് ഗോവ ബിജെപിയുടെ കൂടെയാണ്. ഇത്തവണ അതിൽ മാറ്റമുണ്ടാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു കോൺഗ്രസും രാഷ്ട്രീയ നിരീക്ഷകരും. ഭരണവിരുദ്ധ വികാരം സൗത്ത് ഗോവയിൽ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. മീഡിയ വൺ ടീം ഇലക്ഷൻ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ ഗോവയിലാണ്. സൗത്ത് ഗോവയിലെ വാസ്കോ ഡ ഗാമ നഗരത്തിലാണുള്ളത്. ക്യാപ്റ്റൻ എന്ന വിളിപ്പേരുള്ള നമ്മുടെ ക്യാപ്റ്റൻ വിരിയാട്ടോ ഫെർണാണ്ടസ് ആണ്. ഇതാണ് ഇവിടുത്തെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി. വാട്ട് ദ എക്സ്പെക്ടേഷൻ യു ഹാവ്? I think so. On 7th May, on the election day, there will be a tsunami, and all the wrong policies of the Modi Sarkar will be just washed away. The anger which is there among the people will show in the election. राहुल गांधी चा, कैप्टन चा, कैप्टन विराट चा। हम नहीं बोल रहे, पब्लिक बोल रहे हैं. जिनको दर्द हुआ है ना वही बोल रहे हैं. जिनके ये अभी बीजेपी सरकार ने लोगों को जो दर्द दिया है ना ये 10 साल में, वही दर्द वाले लोग बोल रहे हैं कि इस बार हम बीजेपी के साथ नहीं है. മോദി ഫാക്ടർ will not work. हम बिल्कुल नहीं. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ സൗത്ത് ഗോവ തിരിച്ചുപിടിക്കാൻ ബിജെപി ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് ദംബോ വ്യവസായ സാമ്രാജ്യത്തിലെ പല്ലവി ദംബോയെയാണ്. 280 കോടിയുടെ ആസ്തി സ്വന്തമായുള്ള പല്ലവിയുടെ രാഷ്ട്രീയ പ്രവേശം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. People, they are very much eager to vote. They are waiting for the 7th to come for voting. And from Savardam, I am hopeful that we will be giving the highest lead margin for her in South Goa constituency. In total, South Goa, as per our estimates, she will win by a margin of more than 60,000. भारतीय जनता पक्षाचा, भारतीय जनता पक्षाचा. Local issues are very important, like mining issue. Mining has now, it's more than 12 years that mining has shut. The government has been constantly saying mining will start. There are issue of the rivers, the Goan rivers have been nationalized. The issue of Madai water. There's a dispute going on between Karnataka, Goa and Maharashtra. Now there's a tribunal. So these issues are very close to Goans. സംസ്ഥാനത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ വിധി നിർണ്ണയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മതേതര സ്വഭാവമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് ഗോവൻ ആർച്ച് ബിഷപ്പ് ഫറാവോ ആഹ്വാനം ചെയ്തത് ജനവിധിയെ സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത്. സാമുദായിക സൗഹാർദ്ദവും മതസൗഹാർദ്ദവും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു നഗരം കൂടിയാണ് ഗോവ. ഇങ്ങനെ ക്ഷേത്രവും അമ്പലവും പള്ളിയും ഒക്കെ തൊട്ടടുത്ത് ഉരുമി നിൽക്കുന്ന മതസാഹോദര്യത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃക കൂടി ഈ ഗോവയുടെ ഈ ഗോവൻ നഗരത്തിൽ നമുക്ക് കാണാവുന്നതാണ്. The choice of the candidate also matters here. Hopefully, both the seats win by the India Alliance of the Congress candidates. വിദേശികൾ വേലുകായുന്ന ബീച്ചിന്റെ സൗന്ദര്യം മാത്രമല്ല, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഗ്രാമീണർ കൂടിയുണ്ട് ഗോവയിൽ. ഖനിയിലും നെൽപ്പാടത്തും പണിയെടുക്കുന്നവർ, തലച്ചുമടേറ്റി മീനും പച്ചക്കറിയും വിൽക്കുന്നവർ. ആരു ജയിക്കണമെന്ന് അവരുകൂടി വിധിയെഴുതും. ഗോവയിൽ നിന്ന് ടീം ഇലക്ഷൻ ഇന്ത്യ എക്സ്പ്രസ്, മീഡിയ വൺ.